ഈ വാഗണർ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഫാമിലി കാർ ആയെന്നറിയോ? 99 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്നും ഇത്ര ഡിമാൻഡ് എന്താണെന്നറിയോ ഈ വെഹിക്കിളിന്? ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പ്രാക്ടിക്കാലിറ്റിയാണ്. ടോൾബോ ഡിസൈനിലും കോമ്പാക്ട് സൈസിലും ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ഇന്റീരിയേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് അഫോർഡബിലിറ്റി. എക്സ് പ്രൈസ് അറൌണ്ട് 6 lakhs ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും റിലയബിൾ ആയിട്ടും ഒരു ഫാമിലി കാർ എന്ന പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ വെഹിക്കിൾസും വളരെ കുറവാണ്. പിന്നെ മൈലേജും ഇതിന്റെ വളരെയധികം സാറ്റിസ്ഫൈങ് ആണ്. അറൌണ്ട് 14 to 16 km/ലിറ്റർ ആണ് ഇതിന്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ റീസെയിൽ വാല്യൂം യൂസ്ഡ് മോഡൽസിന്റെ ഡിമാൻഡും അത്ര അധികമാണ്. പിന്നെ മാരുതിയുടെ വൈഡ് ആയിട്ടുള്ള സർവീസ് നെറ്റ്വർക്കും ഇതിനൊരു കാരണമായിട്ടുണ്ട്. ഏതൊരു ചെറിയ നട്ടായാലും വേണ്ട ടൈമിൽ അത് അവൈലബിൾ ആയിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു 2007 മോഡലോ അല്ലെങ്കിൽ അതിലും പഴയതായിട്ടുള്ള വാഗണേഴ്സ് ഇപ്പോഴും റോഡിൽ കൂളായിട്ട് റൺ ചെയ്യുന്നതും യൂസ്ഡ് കാർ മാർക്കറ്റ്സിൽ ഇതിന് ഇത്രയും ഡിമാൻഡും. അപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി കാറായിട്ട് വാഗണർ ചൂസ് ചെയ്യോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്നവർ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് മാത്രം വെഹിക്കിൾസ് ചൂസ് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഇപ്പോഴും മോശം കാറുകൾ അബദ്ധത്തിൽ പോയി എടുക്കുന്നവർ ഒരുപാടാണ്.